ശ്രീമതി ഗായത്രി വർഷം ഇവിടെ പല വിഷയങ്ങൾ സൂചിപ്പിക്കപ്പെട്ട കാര്യം എടുക്കും. ഇപ്പോൾ നടിയെ ആക്രമിച്ച സംഭവമുണ്ട്, അതിനെ തുടർന്ന് നടന്നിട്ടുള്ള ഫൈറ്റുണ്ട്, WCCയുടെ രൂപീകരണമുണ്ട്, പാർവതി അടക്കമുള്ള നടിമാർ അനീതിയുണ്ട്, രമ്യ നമ്പീശനും റിമ കല്ലിങ്കിലും ഒക്കെ അവർ അവരുടെ അനീതികൾ ചൂണ്ടിക്കാണിച്ചു, ഈ സംഘടനയോട് സഹകരിച്ചു. ഇതൊക്കെ ചരിത്രമാണ്, നമുക്കറിയാം. പക്ഷെ ഓരോ സ്ത്രീയെ സംബന്ധിച്ചോ അവർക്ക് അവരുടേതായ ഫൈറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ശ്വേതാ മേനോന് അവരവരുടേതായ ഫൈറ്റ് ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മത്സരം നടക്കുന്ന സമയത്ത് പോലും അവർ ആ ഫൈറ്റിനെ അതിജീവിച്ചാണ് അവർ മത്സരരംഗത്തേക്ക് വരിക, ഒടുവിൽ ജയിക്കുകയും ചെയ്തത്. അതിവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഏത് അഭിനേത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുന്ന ഏത് വനിതയെ സംബന്ധിച്ചും അവർക്ക് അവരുടേതായ ഫൈറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ മുൻപ് ഈ വിഷയത്തിൽ വളരെ തീവ്രമായ നിലപാടെടുത്തില്ല എന്നുള്ളതുകൊണ്ട് അവരെ ആകെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം ഒരു പക്ഷത്ത് സ്ട്രോങ് ആയിട്ട് അഡമൻ്റ് ആയിട്ട് ഒരു പക്ഷത്ത് നിൽക്കുക, മറുപക്ഷത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു നമ്മളുടെ ഈ ചർച്ചയിൽ എൻ്റെ സുഹൃത്തായിരിക്കുന്ന പ്രേംകുമാർ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞു. പൂർവ്വകാലങ്ങളിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളെ നമ്മൾ ചെറുതായി കാണരുത്. അതിലേക്ക് ആ ഒരു ചോദ്യത്തിനോ അല്ലെങ്കിൽ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 508 പേര് അല്ലേ, എത്ര പേരാണ്? 563 ഇങ്ങനെ പറഞ്ഞു കേട്ടു ഞാൻ. എന്തായാലും 500 മേലെയുള്ള ഒരു ചെറിയ സംഘടന എന്ന് ഞാൻ അമ്മ എന്ന് തന്നെ പറയണം. കാരണം ഞാൻ അമ്മ എന്ന് പറഞ്ഞ പേരിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളായിരുന്നു 95-ൽ. ഇതിനു മുമ്പ് ഞാൻ അത് മീഡിയ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മെമ്പർ എന്നുള്ള നിലയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ് ഞാൻ 95-ൽ. ഒരു വർഷം ആകുന്നതിന് മുമ്പ് ആ മെമ്പർഷിപ്പ് ഔദ്യോഗികമായി രാജിവെക്കുകയും ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അതിനോടുണ്ടായിരുന്ന എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി സംഘടനാപരമായി ഉണ്ടാകുന്ന പൂർണ്ണതയില്ലായ്മയോ സംഘടനാപരമായി ഉണ്ടാകുന്ന മര്യാദയില്ലായ്മയോ അല്ലെ സംഘടന ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാതെയോ അന്നിരുന്ന ഒരു സംഘടനയിൽ നിന്ന് ഒരുപക്ഷെ ആദ്യത്തെ രാജി എൻ്റേതായിരുന്നിരിക്കാം. അങ്ങനെ രാജിവെച്ച ഒരാളാണ് ഞാൻ. ഞാനാണ് ആദ്യമേ ഇതിനെ ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ 500 നമ്പേഴ്സ് എന്ന് പറയുന്ന അത് ചെറുപ്പമല്ല എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഈ 500 ഉള്ള ആൾക്കാരിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസേഴ്സാണ്. നമ്മൾ ആ വലിപ്പം കാണുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സംഘം എന്നുള്ള നിലയെ സാംസ്കാരിക തലത്തിൽ അതുണ്ടാക്കുന്ന ഇപ്പം എന്നെപ്പോലെയോ പ്രേംകുമാറിനെ പോലെയോ അഡ്വക്കേറ്റ് മിനിയെ പോലെയോ ഒക്കെ സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് പഠിച്ച് ധീരമായി പോരാടുന്ന ആൾക്കാരല്ല ബഹുഭൂരിപക്ഷം ആൾക്കാർ. സാധാരണ ജനങ്ങൾ അവരറിയാതെ അവരിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്വീകരിക്കുന്ന ചില സ്വാധീനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്വാധീനത്തിൽ അവരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നവരാണ് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ളത് കൊണ്ട് അവരുടെ സംഘടന എടുക്കുന്ന നിലപാടുകൾ, സംഘടന എടുക്കുന്ന നടപടികൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചർച്ചയുടെ ഈ ഭാഗത്തിരിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിലെ വിഷയങ്ങളെല്ലാം നിൽക്കട്ടെ, ഈ ചർച്ചയുടെ ഈ ഭാഗത്തിരിക്കുമ്പോൾ എന്നെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. കാരണം ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ ഇന്ന് നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന സംഘടനാപരമായ അല്ല അമ്മയുടെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നുള്ള കാഴ്ചപ്പാടുകൾ നമ്മളെ പ്രേംകുമാർ പറഞ്ഞ പോലെ ആശങ്കാകുലയാക്കുന്നുണ്ട് എന്നെയും. ഈ അസോസിയേഷൻ എന്താണ്, ഈ അസോസിയേഷൻ എന്തിനാണ് എന്നുള്ള ധാരണ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു കമ്മിറ്റിക്ക് ഇനിയും ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു അസോസിയേഷൻ ഇത്രയധികം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കലാകാരന്മാരുടെ ഒരു യൂണിയൻ അന്നന്ന് കൊടുക്കുന്ന ഒരു അതിന് ചെറുതായിട്ടല്ല ഞാൻ പറയുന്നത്, കൈനീട്ടമോ അല്ലെ അപ്പോൾ ഉണ്ടാകുന്ന ചില പണം കൊണ്ട് നിവർത്തിക്കുന്ന ചില കൊച്ചു സഹായങ്ങളോ അല്ല. പകരം കെട്ടുറപ്പുള്ള ഒരു സംഘത്തിൻ്റെ കെട്ടുറപ്പുള്ള നട്ടലുള്ള നല്ല വ്യക്തിബോധമുള്ള അല്ലെങ്കിൽ നല്ല സ്വാധീന ശക്തിയുള്ള ഒരു സംഘത്തിൻ്റെ സാംസ്കാരിക ഔന്നത്യത്തിലേക്ക് ആ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ, ഈ കലാകാരന്മാരെ മുഴുവൻ നയിക്കാൻ പറ്റുന്ന സാംസ്കാരിക വലിപ്പത്തിലേക്ക് വളരേണ്ട ഒരു തെരഞ്ഞെടുപ്പും ആ വളരേണ്ടുന്ന ഒരു കമ്മിറ്റിയുമാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായേക്കുന്ന വളരെ അപലപനീയമായ ഈ ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ അതിൻ്റെ അകത്തെടുത്ത നിലപാടുകൾ ഉൾപ്പെടെ പലതരത്തിൽ അപലപിക്കേണ്ടുന്ന ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് അമ്മയുടെ പെൺമക്കൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായത്? വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു പൊതുയോഗത്തിൽ സ്ത്രീകൾ പോയി ഇരിക്കുകയും അന്ന് പരസ്പരം ഒന്ന് കാണുകയും അതിനപ്പുറത്തേക്ക് പരസ്പരം പങ്കുവെക്കാൻ ഒരു ശബ്ദം പങ്കുവെക്കാനെങ്കിലും ഉള്ളൊരു പ്ലാറ്റ്ഫോം അവർക്കില്ലാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് അവർ അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്കകത്ത് സ്ത്രീകളുടെ ശബ്ദം.
അവിടെയാണ് ശ്രീമതി ലക്ഷ്മി നമ്മൾ വിചാരിക്കേണ്ടത്. അവിടെയാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ള ഫൈറ്റിനകത്ത് ഇതുപോലെ ഇപ്പൊ ശ്വേത പറഞ്ഞ പോലെ ടൈറ്റായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിനകത്ത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒരു മത്സരിച്ചതിന് സ്ത്രീകൾ മുന്നോട്ട് വരികയും ചെയ്തത്. അഡ്വക്കേറ്റ് മിനി പറഞ്ഞെടുത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. അത് കാലം ചേർത്ത് വെച്ച സമരങ്ങളുടെ ഇതിനകത്തുണ്ടായ പ്രത്യേക ചില നടപടികളെ WCC പോലെയുള്ള ഒരു അസോസിയേഷന്റെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിനെ, അങ്ങനെ ഒരു അസോസിയേഷൻ മുന്നോട്ട് വന്നതിൻ്റെ അതിനപ്പുറത്തും ഇതിനകത്തുണ്ടായ വിമത ശബ്ദങ്ങളുടെ ഒക്കെ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് നിങ്ങൾ നേതൃനിരയിൽ നല്ല ഉത്തരവാദിത്വത്തിലേക്ക് എത്തുന്നത്. ആ ഉത്തരവാദിത്വത്തെ പൂർണ്ണമായും കാണാൻ നിങ്ങൾ ഇത്ര ലാഘവത്തോടെ അതിനെ കാണേണ്ടവരല്ല. വളരെ ഗൗരവപൂർവ്വം ഈ സംഘടനയുടെ ഉത്തരവാദിത്വം എന്താണെന്ന്, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾ സ്വാധീനം ചെലുത്തുന്നവർ എന്നുള്ള നിലയിൽ ഇനിയുള്ള കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തെ നിങ്ങൾ എടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ ഭരണസമിതി വളരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.